ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മളൊരു വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഒരു കറിയിൽ നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള തുടങ്ങിയ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല രുചിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അര വെള്ളരിക്ക, ചെറിയൊരു വെള്ളരിക്കയുടെ ഒരു പകുതി ഭാഗം മാത്രം ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവ് കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് 1-2 മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് വെക്കാം. പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് 2 വിസിലടിച്ചാൽ മതി. ഈ വെള്ളരിക്ക വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ മിക്സിയിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു നുള്ള് കടുകും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊട്ടും കൂടി പോകാൻ പാടില്ല കേട്ടോ. ഇത്രയും ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുളകും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം. ഇനി നമ്മളിത് വെള്ളം ചേർത്തല്ല, നമ്മുടെ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് പതിയെ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്തിട്ടുണ്ടെന്നാണ്. ഈ വെള്ളരിക്ക വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നീട് ആവശ്യം വരുവാണെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ വെള്ളരിക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറും കൂടി കുറച്ച് വെള്ളം ചേർത്തൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പയ്യെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തൈരും കൂടി ചേർക്കാനുള്ളതാണ്. അതും കൂടെ കണക്കിലെടുത്തിട്ടുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ഉടച്ചെടുക്കാനായിട്ട് പലരും മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കാറാണ് ചെയ്യാറ്. അതിന് പകരം ഇതുപോലെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയായിട്ട് തന്നെ തൈര് കിട്ടുകയും ചെയ്യും, കട്ടയെല്ലാം ഉടയുകയും ചെയ്യും. ഈ ഉടച്ചെടുത്ത തൈര് നമുക്കിനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് കേട്ടോ. ആദ്യം കുറച്ച് തൈരൊന്ന് ചേർത്ത് നോക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് പുളി കുറവാണെങ്കിൽ മാത്രം കൂടുതൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് കൃത്യമായിട്ടൊരു അളവ് തൈരിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. ഇളക്കി നോക്കിയതിന് ശേഷം പുളി നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാനൊന്നും നിൽക്കരുത്. ചില തൈരിന് കുഴപ്പമില്ല, പക്ഷേ ചില തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കടുക് താളിക്കുന്നതിനായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഈ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ. ഇതിനകത്ത് വെള്ളരിക്ക കൂടാതെ നമുക്ക് കുമ്പളങ്ങ, വാഴയ്ക്ക തുടങ്ങിയ കഷ്ണങ്ങൾ, സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ കഷ്ണങ്ങളും നമുക്ക് ചേർക്കാവുന്നതാണ്. എനിക്കതിൽ ചെറുതായിട്ട് മധുരം വെച്ച് തുടങ്ങിയ വാഴയ്ക്ക ഇടുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.